എൻ്റെ മകൾക്ക് അന്ന് 3-3.5 ആണ് പ്രായം. ഒരു പ്രഭാതത്തിൽ ജനാലയ്ക്കരികിലിരുന്ന് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ കയ്യിൽ പുസ്തകം കണ്ടാൽ അസഹിഷ്ണുത പെരുക്കുന്ന സ്വഭാവമായിരുന്നു മോൾക്ക്. ഓടി വന്നെൻ്റെ മടിയിൽ കയറി അവൾ പുസ്തകം മാറ്റിവയ്പ്പിച്ചു. അടുത്ത പടി കളിക്കാൻ വിളിക്കലായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പറഞ്ഞു, നമുക്ക് കാഴ്ചകൾ കാണാം. എവിടെ എന്നവൾ ആരാഞ്ഞു. ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ 2 കല്ലറ പണിയാനുള്ള സ്ഥലം മാത്രം. അത് കഴിഞ്ഞാലുടൻ മതിലാണ്. അതിനു മുകളിൽ അപ്പുറത്തെ വീടിൻ്റെ മേൽക്കൂരയും ഒരു കീറാകാശവും. എന്ത് കാഴ്ചയാണിവിടെ! ആ നിലത്തേക്ക് നോക്ക്, എന്താ കാണുന്നത്? ഇല, ഇല, പിന്നെയും ഇല, പിന്നെ പുല്ല് എന്ന് 3 വയസ്സിൻ്റെ പദശേഖരമൊഴുകി. ആ ഇലകളിലെ കാഴ്ചകൾ ഞങ്ങൾ നോക്കിക്കാണുകയായി. ഒന്ന് ഒരു ഉണങ്ങി തുടങ്ങുന്ന പ്ലാവിലയായിരുന്നു. പിന്നെ 2 പേരയില, കുറെ കരിഞ്ഞ വേപ്പിലകൾ, പിന്നെ ഏതെന്ന് തിരിച്ചറിയാത്ത കാറ്റിൽ പാറി വന്ന ഏതോ 2-3 ഇലകൾ. പ്ലാവിലയിൽ കുറെ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. എന്താ മോളെ ആ പ്ലാവിലയുടെ നിറം? പച്ച, അവൾ പറഞ്ഞു. പച്ച മാത്രമോ? മഞ്ഞയില്ലേ, ബ്രൗൺ ഇല്ലേ? പേരയില പച്ച തന്നെയായിരുന്നു. വേപ്പിലകൾ പാടെ ഉണങ്ങിയിരുന്നു. അവയുടെയൊക്കെ ആകൃതിയെക്കുറിച്ച് ഞങ്ങൾ വാതോരാതെ സംസാരിച്ചു. ഇതിനിടെ അവൾ ആ ഇലകൾക്കിടയിലൂടെ ഉറുമ്പുകളും മറ്റു ചില പ്രാണികളും സഞ്ചരിക്കുന്നത് കണ്ടെത്തി. പിന്നെ ഞങ്ങൾ മണ്ണും അവിടെ മുളച്ചു നിൽക്കുന്ന പുല്ലും കണ്ടു. പിന്നെ മതിൽ കണ്ടു. മതിലിൽ പടർന്ന നനവും പായലും കണ്ടു. ഒടുവിലായി ആകാശം, ഒരു തുണ്ടാകാശം. ആകാശത്തിൻ്റെ നിറം എന്താ? പച്ച. അല്ല മോളു, നീല, ഞാൻ തിരുത്തി. ആകാശക്കോണിലൊരു വെൺമേഘം പാറിപ്പോകുന്നതിനിടെ ഞങ്ങളെ നോക്കി അല്പനേരം പോസ് ചെയ്ത് നിന്നു തന്നു. അത്രയും കാഴ്ചകൾ കണ്ടപ്പോൾ മകൾക്ക് തൃപ്തിയായി. മടിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. ഒരു 3 വയസ്സുകാരിയുടെ കണ്ണിലൂടെ ഞാനും അന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു. പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ലെങ്കിൽ പോലും, ഒരു കല്ലറയാണ് ഒടുവിൽ കാത്തിരിക്കുന്നതെങ്കിൽ പോലും, ഒരു ജനാലയിലൂടെ കാണാവുന്ന ലോകത്തെ കണ്ണു തുറന്ന് കണ്ടാൽ ജീവിതത്തിൽ കുറെ പച്ചകൾ പടരും. കറുപ്പിനെയും ചാരനിറത്തെയും ഒക്കെ പച്ചയായി കാണാൻ കഴിഞ്ഞാൽ അതും എത്ര നല്ലതാണ്, അല്ലേ?